നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് CPM-ന്റെ 3 ദിവസത്തെ CC സെൻട്രൽ കമ്മിറ്റി, അവരുടെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഇന്നലെ കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ പ്രസ് കോൺഫറൻസ്, അത് പോളിറ്റ് ബ്യൂറോ മെമ്പറും സെക്രട്ടറിയുമായ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ബേബി മീഡിയയോട് പങ്കുവെക്കുകയുണ്ടായി. കേരളത്തെ പറ്റി വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ലോവർ ലെവൽ, അതായത് ലോക്കൽ കമ്മിറ്റി വരെയുള്ള സഹാക്കൾ എന്ത് സംഭവിച്ചു എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒഫീഷ്യലി അദ്ദേഹത്തിന് ആ ചർച്ചകൾ കഴിഞ്ഞിട്ട് ജൂലൈയിൽ കൂടുന്ന സെൻട്രൽ കമ്മിറ്റിയിൽ അതിന്റെ റിപ്പോർട്ട്, അതിന്റെ അസസ്മെന്റ് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ കേട്ടത് മലയാളികളല്ലാത്ത സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരൊക്കെ മലയാളി സഹാക്കളോട് ചോദിച്ചത്, നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ശരിയായി വന്നില്ല? ആ ഒരു ചോദ്യം, അതായത് നിങ്ങൾ നിങ്ങളുടെ ഒബ്സർവേഷൻസ് റിയലിസ്റ്റിക് അല്ലായിരുന്നു, നിങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം പോയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു മെസ്സേജാണ് ബാക്കിയുള്ളവർ, കേരളത്തിൽ നിന്ന് പോയ കോമ്രേഡ്സ്. അതിൽ ശ്രീ പിണറായി വിജയൻ അവിടെ പോയില്ല, അദ്ദേഹത്തിന് അസുഖമായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിനോടായിരിക്കും ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ പറയേണ്ടി വരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായേനെ. അതായത് ആ സെൻട്രൽ കമ്മിറ്റിയിലെ 70-80 പേരിലെ അവർക്ക് അത് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് മുഴുവനും പുറത്തു വരണമെന്നില്ല. പക്ഷേ ഒരു തീം ഇതായിരുന്നു, കേരളത്തിൽ എന്തുകൊണ്ട് അധികാരം പോയി എന്ന് ബാക്കി കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സഹാക്കന്മാർക്ക് കേരളത്തിലെ സഹാക്കളിൽ നിന്നും അറിയണം. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സഹാക്കന്മാരെ വളരെ വിഷമിപ്പിച്ചിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ദുഷ്കരമായ ഒരു സംഗതിയാണ്. അത് ഇന്നലെ വരെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞിരുന്നവർക്ക് ഇന്ന് പറയുവാണ് ഞങ്ങൾ ഒന്നുമല്ല ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. സാർ, ഇതെന്താണ് കാണിക്കുന്നത്? ആ ഒരു ഇന്റേണൽ പാർട്ടി ഡൈനാമിക്സ് തന്നെ കേരള സഹാക്കൾക്ക് എതിരായി മാറുന്നു. തീർച്ചയായിട്ടും അതിന്റെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഇപ്പൊ അവരുടെ അടഞ്ഞ മുറിയിലെ ചർച്ചകൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ അതിനുള്ള സമയമായിട്ടില്ല. ഇന്നലെ തീർന്നേ ഉള്ളൂ. പാർട്ടി സഖാക്കൾ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അതിൽ പ്രസംഗിച്ചവരുടെ പട്ടികയും അവരുടെ പൊതുവെയുള്ള രാഷ്ട്രീയ വീക്ഷണവും ഇതുവരെ പ്രകടമായിട്ടുള്ളതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്, പിന്നെ സഖാ പിണറായി വിജയൻ അത് അവിടെ പങ്കെടുക്കാതിരുന്നതിന്റെ ഒരു സൗകര്യവുമുണ്ടല്ലോ. മുഖത്ത് അദ്ദേഹം ഇരിക്കെ തന്നെ അത് ഒരു 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 ഇടതുപക്ഷ സർക്കാരിനെ പറ്റിയുള്ള ഒരു വിമർശനം, അല്ലെങ്കിൽ പാർട്ടി ഘടകത്തെ പറ്റിയുള്ള വിമർശനം കുറെ സുഖകരമാകും, കുറച്ചുകൂടി ലളിതമായ ഒരു 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 സാഹചര്യമായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്. കാരണം ആ ഫീലിംഗ് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം, കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചവരുടെ എണ്ണം എല്ലാം ഏകപക്ഷീയമായി പിണറായിക്ക് വേണ്ടി വാദിക്കുന്നവരല്ലായിരുന്നു എന്നുള്ളത് തന്നെ വളരെ വളരെ ശുഭസൂചകമാണ്. പ്രധാനമായി മൊത്തം പാർട്ടിയുടെ, കേരളത്തിന് പുറത്തുനിന്നുള്ള സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായ പ്രകടനവും വളരെ വിമർശനാത്മകമായിരുന്നു എന്നാണ് നമുക്ക് ബേബിയുടെ വളരെ ഈ ചിട്ടയായിട്ടുള്ള സതുവെ പറയുന്ന CPM-ന്റെ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ടുള്ള പത്രസമ്മേളനം ശ്രദ്ധിക്കുന്നവർക്കും മനസ്സിലാവും. അത് വളരെ വ്യക്തമാണ്. കാരണം വേണമെങ്കിൽ ബേബിക്ക് കേരളത്തിലെ പരാജയത്തെ ഒരു വിധത്തിൽ വാചകം വടികൊണ്ട്, അതായത് പാർട്ടിയുടെ ജാർഗൺ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മറയ്ക്കാമായിരുന്നു. പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അതിനെ വളരെ ഗൗരവമുള്ള തിരിച്ചടിയും സെറ്റ് ബാക്ക് അത് പുള്ളി സ്വയം ആരും ആവശ്യപ്പെടാതെ തന്നെ തന്റെ ആമുഖമായിട്ടുള്ള അവതരണത്തിൽ, ഈ പാർട്ടി കമ്മ്യൂണിക്കേയുടെ അവതരണത്തിൽ നല്ല ഭാഗം CPM-ന്റെ പരാജയത്തെ ഒരു ഗൗരവമുള്ള തിരിച്ചടിയാണെന്ന് മാധ്യമപ്രവർത്തകരോടും ലോകത്തോടും തുറന്നു പറഞ്ഞു. അത് തന്നെ കേൾക്കുമ്പോൾ ഒരു ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു ചെറിയ മാറ്റം
അതിൽ പ്രതീക്ഷിക്കാം. അത് നമ്മൾ മിസ്ലീഡിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ അത് അദ്ദേഹം അത് ഏറ്റെടുത്ത് അത് മറ്റുള്ളതിന്റെ കൂടെ പറയുകയോ മറ്റുമല്ല. പിന്നെ ആ വിമർശനത്തിന്റെ രൂക്ഷമായ വിമർശനം ഉണ്ടായതിന്റെ ഒരു തെളിവ്, ഒരു നിഷേധാത്മക വ്യക്തത ആ സ്റ്റേറ്റ്മെന്റിലുണ്ട്. അതായത് കേരളത്തിൽ വന്ന് കോൺഗ്രസ് നേതാക്കൾ BJPയുമായി CPMന്റെ ഡീലിനെ കുറിച്ച് പറഞ്ഞതിന് ഒരു ഖണ്ഡിക തന്നെ അതിൽ ചേർത്തിരിക്കുന്നു. താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വളരെ വളരെ രസകരമായി എനിക്ക് തോന്നി. ബാക്കി കാര്യങ്ങളെ പറ്റിയെല്ലാം പൊതുവിൽ പറയുമ്പോൾ പിണറായിയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രബല സംസ്ഥാന ഘടകത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തെ ഒരു പ്രത്യേക ഒരു അളവിൽ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും നേതൃത്വത്തിലുള്ള പാർട്ടി ഘടകത്തിന്റെ തീക്ഷ്ണമായ വിമർശനത്തിന് അതിനെ മയപ്പെടുത്താനാണ് അദ്ദേഹം അവരുടെ പാർട്ടി കമ്മിറ്റിയുടെ ഈ കമ്മ്യൂണിക്കേയിൽ ഈ ഭാഗം ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി ഒന്നും പറയാതെ, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ പറ്റി തമിഴ്നാടിലോ ബംഗാളിലോ നടന്ന ഒരു കാര്യവും പറയാതെ കേരളത്തിൽ വന്ന് കോൺഗ്രസ് നേതൃത്വം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് പറയുന്നത് CPMന്റെ ഒരു സംഘടനാ രീതിയും അതിന്റെ ശക്തി സന്തുലനവും അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പ്രഹരമാണ് സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ശക്തമായ തെളിവാണ്. അതാണ് അതിലേറ്റവും എനിക്ക് തോന്നിയിട്ടൊരു കാര്യം. രണ്ട്, ബേബി എടുത്ത സ്വാതന്ത്ര്യം, ഈ തിരിച്ചടി എന്ന് പിന്നെ ആവർത്തിച്ചുകൊണ്ട് അത് വീണ്ടും അദ്ദേഹം പറയുന്നതിന്റെ ഒരു എന്താ പറയുക, ഒരു ഐറണി ഉണ്ടെങ്കിലും സഖാക്കൾ ഫ്രാങ്ക് ആൻഡ് ഫിയർലെസ് ഡിസ്കഷൻ എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഫ്രാങ്ക് ആൻഡ് ഫിയർലെസ് ഡിസ്കഷൻ വീണ്ടും കേരളത്തിൽ പറഞ്ഞപ്പോഴും അല്പം പരിഹാസ്യമായി തോന്നി ജനങ്ങൾക്ക്. അപ്പൊ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം തന്നെ ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ്. സ്വതന്ത്രവും നിർഭയവുമായ ചർച്ചയാണ് നടക്കുന്നതെന്ന് വടക്കേ ഇന്ത്യയിലെയും ഡൽഹിയിലെയും പത്രക്കാരോട് പറയുകയാണ്. അപ്പൊ ഇതുവരെ എന്തായിരുന്നു ചർച്ചകളുടെ സ്വഭാവം എന്ന് ഏത് സാമാന്യ ബുദ്ധിയുള്ള ജനാധിപത്യവാദിക്കും ചോദിക്കാനാണ്. അത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അത് നല്ല കാര്യം, എങ്കിലും നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിലും അതൊരു പതിവാകട്ടെ, അതൊരു ജനാധിപത്യ സംസ്കാരമാകട്ടെ പാർട്ടിക്കകത്ത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം കൂടി പറയുകയാണ്. അത് ഒരു പക്ഷേ മലയാള മാധ്യമങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ ഇടയില്ലാത്തതാണ്. സഖാവ് ബേബി നേരിട്ട് തന്നെ പാർട്ടിക്ക് പുറത്തുള്ള പാർട്ടി അനുഭാവികളോട് ഈ പരാജയത്തിന്റെ കാരണം നേരിട്ട് എഴുതി വാങ്ങുന്നുണ്ട്. അത് ഒരിക്കലും മലയാളം പത്രങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുക തന്നെയില്ല എന്താണ് പാർട്ടിയെ കുറിച്ച് നടക്കുന്നത്. അത് വളരെ വളരെ അതെ, പാർട്ടിയുടെ പരാജയം പാർട്ടി അംഗങ്ങളുടെ മാത്രമല്ല, ഈ 5 ലക്ഷം പേരുടെ കാര്യം മാത്രമല്ല, 5 ലക്ഷത്തിൽ കൂടുതൽ അതിന്റെ എത്രയോ വലിയ അനുഭാവികളുടെ വോട്ടിലാണ്, ഈ ജനങ്ങളുടെ വോട്ടിലാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അനുഭാവികളുടെ പ്രതിരോധത്തിലാണ് ഈ പാർട്ടി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അനുഭാവികളോട് ഞങ്ങൾ തോറ്റതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ, കാരണം ഞാൻ ബേബിയുമായിട്ട് നിരന്തരം ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഓൺലൈനും മറ്റുമായിട്ട്. അപ്പൊ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്റെ നിലപാട് എന്താണെന്നുള്ള സഖാവ് ബേബിക്ക് അറിയാം. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ട പല എന്റെ സുഹൃത്തുക്കളോടും എഴുതി തരൂ എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. വളരെ നല്ല ലക്ഷണം, അതാണ് പാർട്ടിയുടെ ഞാൻ കാണുന്ന വലിയ മാറ്റം. ഇനി ഇതേ ഭരണഘടനയും ഇതേ പാർട്ടി പരിപാടിയും കാലഹരണപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ പാർട്ടി പരിപാടിയും ഈ സംഘടനാ സംവിധാനവും ഈ ഭരണഘടനയും വെച്ച് പോയാൽ പോലും അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി പാർട്ടി അനുഭാവികളിൽ നിന്ന് അഭിപ്രായം ചോദിക്കുന്നത് ഒരു നല്ല ലക്ഷണം. ചുരുങ്ങിയത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് CPMന്റെ ഏറ്റവും വലിയ പ്രശ്നമായ സെക്ടേറിയൻ ആറ്റിറ്റ്യൂഡ്, അത് സഖാവ് ബേബി ഇടപെട്ട് അതൊന്നും മയപ്പെടുത്തുകയാണ് എന്ന് പറയാൻ പറ്റും. മയപ്പെടുത്തില്ല, ബേബി കുറച്ചുകൂടി തുറന്നിടുകയാണ്. അതായത് പാർട്ടി ബ്രാഞ്ച് മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ചർച്ച ചെയ്താൽ പോരാ, പാർട്ടി അംഗത്വത്തിന് പുറത്തുള്ള ആളുകളുടെ, അനുഭാവികളുടെയും പാർട്ടിയുടെ ബന്ധുക്കളുടെയും അഭിപ്രായം കൂടി കേന്ദ്ര കമ്മിറ്റി കണക്കിലെടുക്കുന്നു എന്നുള്ളത്.
പക്ഷെ ഇതിന് ഞാൻ ഇത് പറയുന്ന വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിത് ആദ്യം കേൾക്കുമ്പോൾ നമുക്കിതൊരു അത്ഭുതം തോന്നും. ഈ പാർട്ടിയുടെ ഭരണഘടനയിൽ ഏത് അംഗത്തിനും നേരിട്ട് ജനറൽ സെക്രട്ടറിക്കും സെൻട്രൽ കമ്മിറ്റിക്കും തന്റെ അഭിപ്രായം എഴുതി അറിയിക്കാം എന്നൊരു വകുപ്പുണ്ട്. പല വകുപ്പും പോലെ ഇതൊരിക്കലും ഉപയോഗിക്കപ്പെടാതെ ജനങ്ങൾ പാർട്ടി അംഗങ്ങൾ നിസ്സഹായരാണ്. ബ്രാഞ്ചിൽ പറയണം, എനിക്ക് ദേശീയ രാഷ്ട്രീയത്തെ പറ്റി പറയണമെങ്കിൽ ബ്രാഞ്ചിൽ പറയണം എന്നൊക്കെയുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്നത് തെറ്റാണ്. ഓരോ പാർട്ടി അംഗത്തിനും വളരെ കൃത്യമായി തന്റെ രാഷ്ട്രീയ വിമർശനം പാർട്ടി സെൻട്രൽ കമ്മിറ്റി അറിയിക്കാം, സെക്രട്ടറി വേണ്ടി ജനറൽ സെക്രട്ടറി. അത് കേരളത്തിൽ നിന്നല്ല എനിക്ക് അറിഞ്ഞൂടാ, കുറെ ഇവിടെയും ഞാൻ സ്ഥിരം ചെയ്യാറുള്ളത് കൊണ്ട് എനിക്കറിയാം. ഞാൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ റിപ്പോർട്ടുകളും പാർട്ടി കോൺഗ്രസ് ഒക്കെ വരും, പാർട്ടി അംഗമല്ലെങ്കിലും ഞാൻ സ്വമേധയാ എന്റെ അഭിപ്രായങ്ങൾ പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്ക് എഴുതി അറിയിക്കും, ഒരു ഭേദഗതി രൂപത്തിലോ മറ്റോ. പക്ഷെ ഒരിക്കലും ഒരു പാർട്ടി അംഗം ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാറില്ല. അത് വെറും ഏറ്റിലെ പശു പോലെ, ഒരിക്കലും വെറും അവരുടെ പാർട്ടിയുടെ ഭരണഘടനയിൽ മാത്രമുള്ള ഒരു ജനാധിപത്യ അവകാശമായി ഇത്ര കാലം നിൽക്കുകയാണ്. അപ്പൊ അത് തുറന്നിടുകയാണ്. അത് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി തന്നെ ആവശ്യപ്പെടുകയാണ്. ഒരു വലിയ, എന്റെ അഭിപ്രായത്തിൽ ഇത് കേൾക്കുന്ന മലയാളികൾക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അടുത്ത സെൻട്രൽ കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി സാധാരണ 3 മാസം കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. അതായത് ഇപ്പോ നമ്മൾ മെയ് അവസാനമായി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അവസാനം നടക്കേണ്ട കേന്ദ്ര കമ്മിറ്റി അത് പുറകോട്ട് അത് കുറച്ചുകൂടി അടുപ്പിച്ചു ജൂലൈ മധ്യത്തോടെ നടക്കുകയാണ്.